മക്കളെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ നോക്കാം. ഓണം എക്സാം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിപ്പോൾ നടന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രൂരു കഹാനി കാ ഏഹ് അംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. രൂരു എന്ന കഥയിലെ തന്നിരിക്കുന്ന ഭാഗം വായിക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. കങ്കാരു കെ ബച്ചോ കോ ജോയിസ് കഹത്തെ ഹെ. കങ്കാരുവിൻ്റെ കുട്ടികളെ പറയുന്ന പേരാണ് ജോയിസ്. വൈസേ ഹി ജൈസേ കുത്തേ കെ ബച്ചേ കോ പിള്ള और बिल्ली के बच्चे को बिलौटा कहते हैं, उसकी अम्मी उसे रूरू बुलाती थी. അതായത് എപ്രകാരമാണോ പട്ടിക്കുട്ടിയെ പിള്ള എന്നും പൂച്ചക്കുട്ടിയെ ബിലൗട്ട എന്നും പറയുന്നത്, അതുപോലെ കങ്കാരുവിൻ്റെ കുട്ടിയെ പറയുന്ന പേരാണ് ജോയിസ്. ഉസ്കി അമ്മി ഉസെ രൂരു ബുലാത്തിതി. അവൻ്റെ അമ്മ അവനെ രൂരു എന്നാണ് വിളിച്ചിരുന്നത്. ക്യോങ്കി വഹ ഹമേശ രോത്താ രത്താതെ. എന്തുകൊണ്ടെന്നാൽ അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും, അതുകൊണ്ടാണ് അവനെ രൂരു എന്ന് അവൻ്റെ അമ്മ വിളിച്ചത്. ക്വസ്റ്റ്യൻ നോക്കാം. രൂരു കോൻ ഹെ. രൂരു ആരാണ് ഈ രൂരു? കങ്കാരു കാ ബച്ച. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, കങ്കാരു കാ ബച്ച. രണ്ടാമത്തത്, രൂരു ഹമേശ ക്യാ കർത്താ രഹ്താ ഹെ. രൂരു എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രോത്താ രഹ്താ ഹെ. എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. രോത്താ രഹ്താ ഹേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹി മിലാൻ കരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായവ ചേർത്തെഴുതാനാണ് പറഞ്ഞത്. സഹി മിലാൻ. കുത്ത പിള്ള അല്ലെ. കുത്തയുടെ കുട്ടിയെ വിളിക്കുന്ന പേര് പിള്ള എന്നാണ്. കങ്കാരു ജോയിസ്. കങ്കാരുവിൻ്റെ കുട്ടിയെ വിളിക്കുന്ന പേര് ജോയിസ് എന്നാണ്. ബില്ലി ബിലൗട്ട. പൂച്ചയുടെ കുട്ടിയെ വിളിക്കുന്ന പേര് ബിലൗട്ട എന്നാണ്. ഓക്കെ, എല്ലാം ഇവിടെ ചേർത്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ എഴുതിയത് എന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീലി ചിടിയ കവിത കി യേ പങ്ക്തിയാ പഠേം ആർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. നീലി ചിടിയ എന്ന കവിതയിലെ വരികൾ വായിക്കുക, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞത്. इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया, लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക്, ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലക്ഷം തവണ വിളിച്ചാലും എൻ്റെ അരികിലേക്ക് വരാത്ത പക്ഷി. കവിതാ മേം കവിതയിൽ പക്ഷി കേലിയെ കിസ് ശബ്ദ കാ പ്രयोग किया है. പക്ഷി എന്നതിന് പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദ് ഏതാണ്? ചിടിയ. ഏതാണ്? ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, നമൂനെ കെ അനുസാർ കവിതാമേ 4 പങ്ക്തിയാൻ ജോഡേം. ഇവിടെ തന്നിരിക്കുന്ന നമൂനെ പറഞ്ഞാൽ മാതൃക, ഉദാഹരണം, മാതൃകയായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ട, മാതൃകയായിട്ട് ഒരു വരി നിങ്ങൾക്ക് ഇവിടെ തന്നത്. ഇതിനനുസരിച്ച് കവിതയ്ക്ക് 4 വരികൾ ചേർക്കുക എന്നാണ് പറഞ്ഞത്. ഫുദക്കർ എന്നതാ, ഫുദക്കർ ചൽന. അതാ, ഇത് നമ്മളിവിടെ ഉദാഹരണമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നെ എഴുതി വന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തത് ഉദാഹരണമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെയാണ് നിങ്ങൾ അടുത്ത വരികളൊക്കെ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. നോക്കാം എങ്ങനെയാണ് ആ വരികൾ ഉണ്ടാക്കിയതെന്ന്. ഗർ ബനാനേ വാലി. ഇവിടെ ഫുദ്കർ ചൽന എന്നുള്ളത് ചൽനേ വാലി എന്നാക്കിയില്ലേ. നേ വാലി, നേ എന്നും പിന്നെ ഒരു വാലി എന്നും ചേർത്തില്ലേ. അതുപോലെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേ എന്നും വാലി എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഈ നാ പോക്കിയിട്ട് നേ ചേർത്തു, എന്നിട്ട് വാലി എന്ന് എഴുതി. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുക. നാ പോക്കിയിട്ട് എന്ത് ചേർക്കുക? നേ ചേർക്കുക, വാലി എന്ന് എഴുതുക. ഇവിടെയും നാ പോക്കുക, നേ ചേർക്കുക, വാലി എന്ന് എഴുതുക. ഇവിടെയും നേ ചേർക്കുക, വാലി എന്ന് എഴുതുക. ഇവിടെയും നേ ചേർക്കുക, വാലി എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഗർ ബനാനേ വാലി ചിടിയ. കണ്ടോ, അപ്പോൾ മനസ്സിലായില്ലേ? നേ ചേർക്കുക, വാലി എന്ന് എഴുതുക, ചിടിയ. മനസ്സിലായല്ലോ. ഗീത് സുനാനേ വാലി. ഇവിടെ ഗീത് സുനാന എന്നാണ്. അപ്പോൾ ഗീത് സുനാനേ,
നേ വാലി ചിടിയ, നമ്മളിവിടെ ഉള്ള നാ പോക്കിയിട്ട് നേ വാലി ചിടിയ എന്ന് എഴുതിയാൽ കവിതേൻ്റെ വരിയായി. അടുത്തത് ഫർ ഫർ ഉടനെ വാലി ചിടിയ, പാനി പീനെ വാലി ചിടിയ. ഓക്കെ, അതാ പാനി പീനെ എന്നുണ്ട്. പാനി പീനെ വാലി ചിടിയ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണിത്. ഒന്നുകൂടെ വായിക്കാം. ഗർ ബനാനെ വാലി ചിടിയ, ഗീത് സുനാനെ വാലി ചിടിയ, ഫർ ഫർ ഉടനെ വാലി ചിടിയ, പാനി പീനെ വാലി ചിടിയ. ഓക്കെ, ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്. ബാദൽ കവിത की ये पंक्तियां പഠിയും और प्रश्नों के उत्तर लिखिए. ബാദൽ എന്ന കവിതയുടെ ഈ വരികൾ വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. മോർ മക്നെ മൻ ചൂം ചനൻ ചൻ, झूम झूम कर नाच दिखाए, गुश हो होकर गाना गाए, बरसे बादल कड़कड़ चल चल, टायर चली कागज की नैया, पूंज उड़ाकर भागी गैया. ക്വസ്റ്റ്യൻ നോക്കാം. ജൂം ജൂം കർ കോൺ നാച്താ ഹേ, ആരാണ് നൃത്തം ചെയ്യുന്നത്? ഇവിടെ ജൂം ജൂമക്കർ ആരാണ് നൃത്തം ചെയ്യുന്നത്? ആടി ആടി നൃത്തം ചെയ്യുന്നത് ആരാണ്? ആരാണ്? മോർ അല്ലേ? മോർ മക്നെ മഞ്ചൂമ് ചനന് ചന്ത, മോർ മക്നെ മഞ്ചൂമ് ചനന് ചൻ, ജൂമ് ജൂമ് കർ നാച്ച് നിഖായേ. അപ്പൊ ആരാണ്? മോർ. മോറാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ഇസ് ചിത്രക്ക് ആശയ് വാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖിए. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ്? പശു വാലും പൊക്കി ഓടുന്ന ചിത്രം. പിന്നെയോ തോണി വെള്ളത്തിൽ ഒഴുകുന്ന ചിത്രം അല്ലേ? ഈ രണ്ട് ചിത്രത്തിനും വരുന്ന വരികൾ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണ് എന്ന് നോക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ് അതിലെ വരികൾ? ബർസേ ബാദൽ കള്ള് കള്ള് ചൽ ചൽ, മഴ കളകള ശബ്ദത്തോടു കൂടി പെയ്യാൻ തുടങ്ങി. ടയർ ചലി കാഗസ് കി നയ്യ, കടലാസ തോണി ഒഴുകുന്നു. പൂഞ്ചുടാക്കർ ബാഗി ഗയ്യ, വാലും ഉയർത്തിപ്പിടിച്ച് പശു ഓടുന്നു. ഈ ചിത്രത്തിനനുസരിച്ച വരികളാണ് അവിടെ ഉള്ളത് അല്ലേ? അതൊക്കെ തോണി ഒഴുകുന്നതും പശു ഓടുന്നതും മനസ്സിലായല്ലോ. അപ്പൊ ഇവിടേക്ക് നമ്മൾ എഴുതേണ്ട വരികൾ ഏതാണ്? ബർസേ ബാദൽ കള്ള് കള്ള് ചല് ചല്, ടയർ ചലി കാഗസ് കി നയ്യ, പൂഞ്ച് ഉടാക്കർ ഭാഗി ഗയ്യ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടേക്കുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗണ്ട് പടേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും. തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹർ സാൽ ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ് മനായാ ജാത്താ ഹെ. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നു. പര്യാവരണ സംരക്ഷണം ഹമാര കർത്തവ്യ ഹെ. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ്. ആജ് പ്രദൂഷൺ ബഡ്താ ജാ രഹാ ഹെ. ഇന്ന് മലിനീകരണം വർദ്ധിച്ചു വരികയാണ്. യഹ് സബീ ജീവോം കെ ലിയെ ഖത്രാ ഹെ. ഇതെല്ലാ ജീവജാലങ്ങൾക്കും ആപത്താണ്. വർദ്ധിച്ചു വരുന്ന മലിനീകരണം എല്ലാ ജീവജാലങ്ങൾക്കും ആപത്താണ്. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. വിശ്വ പര്യാവരൺ ദിവസ് കബ് മനായാ ജാത്താ ഹെ. കബ് പറഞ്ഞാൽ എപ്പോൾ. കബ് എന്താണ്? എപ്പോൾ. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത്. എന്നാണ്? 5 ജൂൺ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 5 ജൂൺ. ജൂൺ 5-ാം തീയതിയാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്തത് पर्यावरण संरक्षण विषय पर പോസ്റ്റർ തയ്യാർ കരേം. പര്യാവരണ സംരക്ഷൺ എന്ന വിഷയത്തിൽ പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി ഹമാരി മാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ വചനമാണ് എഴുതിയത്. പ്രകൃതി ഹമാരി മാം. അടുത്തത് പ്രകൃതി സംരക്ഷൺ ഹമാര കർത്തവ്യ. പ്രകൃതി സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ്. ഇങ്ങനെ 2 സെന്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ഈ 2 സെന്റൻസ് എഴുതുക. നിങ്ങളൊരു പിക്ചറും കൂടെ വരയ്ക്കുക. മരത്തിന്റെ പിക്ചർ വരയ്ക്കുക. ഓക്കെ, പോസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബോക്സ് വരയ്ക്കുക, പോസ്റ്റർ വചനങ്ങൾ എഴുതുക, പിക്ചറും കൂടെ വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കവിതാംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിടിയാ റാണി കബ് ഉഡ് ജാത്തി ഹെ. ചിടിയാ റാണി എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? സുബ. എപ്പോഴാണ്? സുബ. ചിടിയാ റാണി രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. സുബ. സമാന ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയും. അടുത്ത ക്വസ്റ്റ്യൻ, സമാന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ സമാന ആശയമാണ്? തൊട്ട് താഴെ തന്നത് കണ്ടോ? ഈ വരിൻ്റെ സമാന ആശയം വരുന്നതാണ് നമ്മൾ തിരഞ്ഞെടുത്തെഴുതേണ്ടത്. മുകളിൽ സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖിയും. ചുൻകർ ലിഖിയ പറഞ്ഞാൽ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഈ വരിയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെയാണ് നമ്മൾ ആ ലൈന് എഴുതേണ്ടത്, ഈ അർത്ഥത്തിന് വരുന്ന ലൈന്. പതാ നഹീം തും സവേരെ ഉഡ്കർ ക്യാ ഗാത്തി ഹോ. നീ രാവിലെ എഴുന്നേറ്റ് എന്താണ് പാടുന്നത് എന്ന് അറിയുകയില്ല. പതാ നഹീം അറിയുകയില്ല. തും സവേരെ ഉഡ്കർ ക്യാ ഗാത്തി ഹോ. നീ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് എന്താണ് പാടുന്നതെന്ന് അറിയുകയില്ല എന്നർത്ഥം വരുന്ന വരികൾ ഏതാണ്? तुम सुबह सवेरे उड़ जाती हो. तुम सुबह सवेरे उड़ जाती हो. न जाने क्या गाती हो. न जाने क्या गाती हो. ഇതാണ് നമ്മളിപ്പോൾ നോക്കിയ ആശയത്തിൻ്റെ വരികൾ. മനസ്സിലായല്ലോ? അടുത്തത് ചിടിയാ പേടോം കി റാണി ഹെ. പക്ഷി മരങ്ങളുടെ റാണിയാണ് എന്നർത്ഥം വരുന്ന വരികളാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. ചിടിയാ റാണി തും ഹോ പേടോം കി റാണി. തും ഹോ പേടോം കി റാണി. അതാണ് ഈ ചുവപ്പിൽ എഴുതിയതാണ് ഏത് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ചിടിയാ പേടോം കി റാണി ഹേ എന്നുള്ള ആൻസറായിട്ട് വരുന്നത്. നമ്മളിവിടെ ചുവപ്പ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് കേട്ടോ. ഫസ്റ്റ് ഇത്തത് നീല കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 സാർത്ഥക ശബ്ദ ടൂണ്ടേക്ക്. 5 അർത്ഥവത്തായിട്ടുള്ള ശബ്ദ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. പരിവാർ. പരിവാർ അല്ലേ? പരിവാർ പറഞ്ഞാല് കുടുംബം. പരിവാർ. അടുത്തത് കങ്കാരു. കങ്കാരു. ഇവിടെ തന്നെ വട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കണം എന്നില്ല, ഇതുപോലുള്ള മാതൃക ചോദിക്കൂട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ്. വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് അങ്ങനെ വേർതിരിച്ച് വെച്ചാൽ മതി. അതിന് ശേഷം എല്ലാതും എഴുതി കൊടുക്കുക. പരിവാർ, കങ്കാരു, ജൽ. ജൽ. പരിവാർ, കങ്കാരു, ജൽ. എന്താണ്? ജൽ. പിന്നെ അടുത്തത് എന്താണ്? ബാധൽ. ബാധൽ ഉണ്ടോ? ബാധൽ ഇവിടെ ഉണ്ട്. ബാധല. ബാധൽ. പക്ഷി. ഇതാ പക്ഷി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷി. ബാധൽ. അതുപോലെ തന്നെ എന്താണ്? പക്ഷി. കണ്ടോ? എങ്ങനെയാണ് പക്ഷി എന്ന് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രൂരു കഹാനിക്ക ഹംശ് പഠേ. രൂരു എന്ന കഥയിലെ ഭാഗം വായിച്ചിട്ട് തന്നെയാണ് ഇനിയും ചെയ്യാനുള്ളത്. രൂരു की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. രൂരുവിനെ സഹായിക്കാൻ വേണ്ടി അമ്മ പതുക്കെ പതുക്കെ എല്ലാ കുട്ടികളെയും തൻ്റെ മൃദുലമായിട്ടുള്ള കീശയിൽ, സഞ്ചിയിൽ വെച്ചു. യഹാം ഉനേം കോയി ഖത്ര നഹി താ. ഇവിടെ അവർക്ക് ഒരാപത്തും ഉണ്ടായിരുന്നില്ല. ചിടിയാം ഖുശീസെ ഗാനെ ലഗി. ചിടിയ പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ചോദ്യം നോക്കാം. ബച്ചോങ്കോ കഹാം സുരക്ഷിത് രഖ. കുട്ടിയെ എവിടെയാണ് സുരക്ഷിതമായിട്ട് വെച്ചത്? അമ്മിക്ക് ജേബുമേ. അമ്മിക്ക് ജേബുമേ. അമ്മിക്ക് ജേബുമേ. എന്താണ്? അമ്മിക്ക് അമ്മയുടെ കീശയിലാണ് അല്ലേ, സഞ്ചിയിലാണ് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. अगले दिन चिड़िया के मित्र बच्चों से मिलने आए. दोनों की बातचीत की पूर्ति करें. അതായത് രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംസാരമാണ്. ആ സംസാരത്തിൻ്റെ തുടക്ക മാതൃകയായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. നോക്കാം. ഹാത്തി
കങ്കാരു കി ജേബ് മേം സോന കൈസാദ. കങ്കാരുവിൻ്റെ കീശയിലുള്ള ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ബച്ച ഹം ആരാം സേ സോയെ. ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങി. മേണ്ടക് ഡർ ന ഹുയെ. പേടി തോന്നിയില്ലേ? ബച്ച നെഹിം ഡർ നെഹി ലഗ. ഇല്ല, പേടിയൊന്നും തോന്നിയില്ല. ബാലു കങ്കാരു കാ ജേബ് കൈസാദ. കങ്കാരുവിൻ്റെ കീശ, അതായത് കങ്കാരുവിൻ്റെ സഞ്ചി എങ്ങനെയുണ്ടായിരുന്നു? നരം ആർ മുലായം. ആരാ പറഞ്ഞത്? ബച്ച പറയാണ്. നരം ആർ മുലായം, വളരെ മൃദുലവും മനോഹരവുമായതായിരുന്നു. നരം ഓർ മുലായം, മിനുസമുള്ളതും മൃദുലമായതുമാണ് എന്ത്? ആ കങ്കാരുവിൻ്റെ ജേബ്. ഇത്രയാണ് നമുക്ക് 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. എല്ലാവരും വീഡിയോ ശരിക്കും നോക്കിയിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.